അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഡിജിറ്റൽ യുദ്ധം മുറുകുകയാണ്. ലോസ് ആഞ്ചലസ് കൗണ്ടി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ സിസ്റ്റത്തിൽ കടന്നു കയറി 7000 GB അതീവ രഹസ്യ വിവരങ്ങളാണ് ഇറാൻ ഹാക്കർമാർ ചോർന്നതായിട്ട് ഇസ്രയേലി സുരക്ഷാ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രയേലും അമേരിക്കയും ഒരു തരത്തിലും അവരുടെ രാജ്യത്ത് സുരക്ഷിതമല്ല. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു. ഇറാന്റെ സൈബർ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഉള്ള ഒരു കാര്യമാണ്. അതായത് ഇറാന്റെ സൈബർ ഇടങ്ങളിൽ ഒരിക്കൽ പോലും അവർക്കൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ആ ഒരു സൈബർ രീതിയിൽ കൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. ഈ ഒരു എപിക് ഫ്യൂറി എന്ന് പറഞ്ഞ് തുടങ്ങിയ ആക്രമണത്തിലും ഇറാൻ കാഴ്ചവെച്ചത് ഈ ഒരു സൈബറിന്റെ സഹായത്തോടെയുള്ള ആക്രമണം കൂടിയാണ്. കാരണം വളരെ വ്യക്തമായിരുന്നു, ചൈനയുടെ ഉപഗ്രഹം വരുന്നു, അതോടൊപ്പം തന്നെ റഷ്യയുടെ ചില സഹായങ്ങൾ വരുന്നു, അവരുടെ സൈബർ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തിനേറെ പറയുന്നു, ട്രംപിന്റെ വൈറ്റ് ഹൗസിന് മുന്നിൽ 30 തവണ വെടിയുതിർത്തത് പോലും ചുമ്മാതെ കയറി ചെന്നതല്ല. ഇത്തരം സൈബർ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു അവർ ആ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നത്. ഇന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും യാതൊരു സുരക്ഷയും ഇല്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിലേക്കാണ് ഇറാന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. ലോസ് ആഞ്ചലസ് മെട്രോയുടെ നെറ്റ്വർക്കിൽ ആഴ്ചകളോളം ഒളിച്ചിരുന്ന ഇറാനിയൻ ഹാക്കർമാരെ ഒടുവിൽ കണ്ടെത്തിയത് ഇസ്രയേലി സുരക്ഷാ സംഘമാണ്. ലോകത്തെ ഞെട്ടിച്ച ആ ഒരു സൈബർ കവർച്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റഷ്യൻ അതിർത്തിയിൽ പുടിന്റെ മിസൈലുകൾക്ക് മുന്നിൽ യുക്രൈൻ വിറച്ചു നിൽക്കുമ്പോൾ മറുഭാഗത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ റീപ്പർ ഡ്രോണുകളെ ഇറാൻ വെടിവെച്ചിടുമ്പോൾ ലോകം വിചാരിച്ചത് യുദ്ധം അവിടെ എവിടെയൊക്കെ മാത്രമാണ് എന്നാണ്. എന്നാൽ സാമ്രാജ്യത്വ ശക്തികളെയും അവരുടെ സഖ്യകക്ഷികളെയും ഞെട്ടിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ മറ്റൊരു ഭീകര മുഖം ഇപ്പോൾ അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ ലോസ് ആഞ്ചലസിന്റെ ഹൃദയഭാഗത്ത് വന്ന് പതിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു വെടിയൊച്ചയല്ല, മിസൈൽ പ്രഹരവുമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ നട്ടലൊടിക്കുന്ന തരത്തിൽ ഇറാൻ നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മിസൈൽ ആക്രമണമാണിത്. ലോസ് ആഞ്ചലസിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിൽ നിന്ന് 700 GB അതീവ രഹസ്യ വിവരങ്ങളാണ് ഇറാന്റെ സൈബർ യോദ്ധാക്കൾ ചോർത്തിയിരിക്കുന്നത്. തങ്ങളെ ഉപരോധങ്ങൾ കൊണ്ടും സൈനിക ഭീഷണികൾ കൊണ്ടും തളർത്താൻ നോക്കുന്ന അമേരിക്കയ്ക്കും അവരുടെ സ്വന്തം സാങ്കേതിക വിദ്യയുടെ മുകളിലിരുന്ന് ഇറാൻ നൽകിയ ഈ ഒരു മറുപടി ലോക സൈനിക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഇസ്രയേലിലെ ടെൽ അവീവ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഗാംബിറ്റ് സെക്യൂരിറ്റി എന്ന സൈബർ നിരീക്ഷണ ഏജൻസിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പൊതുഗതാഗത ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന കൗണ്ടി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ സെർവറുകളിലേക്ക് ഇറാന്റെ ഔദ്യോഗിക പിന്തുണയുള്ള അബാബിൽ ഓഫ് മിനാബ് എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് ആക്രമിച്ചു കയറുകയായിരുന്നു. വിശുദ്ധ ഖുറാനിലെ ആനക്കൂട്ടത്തെ കല്ലെറിഞ്ഞു വീഴ്ത്തിയ അബാബിൻ പക്ഷികളെ അനുസ്മരിപ്പിക്കുന്ന പേരുമായിട്ട് വന്ന ഈ ഹാക്കർമാർ അമേരിക്കൻ സൈബർ പ്രതിരോധത്തിന്റെ കണ്ണു വെട്ടിച്ചു നടത്തിയ ഈ ഒരു നീക്കം വെറും ഒരു ഡാറ്റ ചോർച്ചയല്ല, പകരം അമേരിക്കൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ട് നിശ്ചലമാക്കാൻ ഇറാന് ശേഷിയുള്ള തെളിവാണ്. ട്രെയിൻ ബസ് സർവീസുകളുടെ ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ, അറൈവൽ സ്ക്രീനുകൾ, യാത്രാ കാർഡുകൾ റീലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ ക്ലിക്കിലൂടെ ഇവർ തകിടം മറിച്ചു. സൂപ്പർ പവർ എന്ന് സ്വയം അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ ആക്രമണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ ട്രംപിന് പോലും സുരക്ഷ ഉറപ്പാക്കുന്നത് വലിയ രീതിയിലുള്ള ഭീഷണിയിൽ നിലനിൽക്കുകയാണ്. അവിടെ വളരെ ജാഗ്രതയാണ്. വൈറ്റ് ഹൗസിലൊക്കെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുണ്ട്. ആകെ മൊത്തത്തിൽ സൈനികരും ഭയപ്പെടുന്ന രീതിയിലാണ് ഇറാന്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത്. എന്തായാലും ചോർന്നപ്പെട്ട 700 GB ഡേറ്റയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അതീവ രഹസ്യമായിട്ടുള്ള ഇമെയിലുകൾ, ഇന്റേണൽ ഫയലുകൾ, ഗവൺമെന്റ് ബാക്കപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സാധാരണയായിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറി രഹസ്യങ്ങൾ ചോർത്തുന്ന അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഫയലുകൾ ഇന്റർനെറ്റിൽ പരസ്യമായിട്ട് കിടക്കുന്നത് കാണേണ്ടി വന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ അപമാനമാണ്. തങ്ങളുടെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ലോകത്തരമാണെന്ന് വീമ്പു പറയുന്ന FBI പോലും ഈ ഒരു ആക്രമണത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് തങ്ങളുടെ സൈനിക കരുത്ത് അതിർത്തികളിൽ മാത്രമല്ല ഡിജിറ്റൽ സ്പേസിലും പൂർണ്ണമായിട്ട് വിന്യസിച്ചു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണിത്. ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ നഗരങ്ങളെ ഇരുട്ടിലാക്കാൻ തങ്ങൾക്ക് അധികം സമയം
ആവശ്യമില്ല എന്ന് ഈ ഡേറ്റ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. ഇവിടെയാണ് അമേരിക്ക വീണ്ടും താഴുന്നത്. യുദ്ധം കൊണ്ട് മാത്രമല്ല, മിസൈലുകൾ കൊണ്ട് മാത്രമല്ല, സൈനികർ കൊണ്ട് മാത്രമല്ല, ഇറാൻ അവരെ തോൽപ്പിക്കുന്നത് അവരുടെ സൈബർ ഇടങ്ങൾ കൂടിക്കൊണ്ടാണ്. അതായത് ഒരു സൈബർ പ്രഹരമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ അകത്ത് കയറുന്നു, വൈറ്റ് ഹൗസിനുള്ളിൽ വെടിയുതിർക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മകന്റെ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥ അവിടെ ട്രംപിനുണ്ടാകുന്നു. അത്രയേറെ സുരക്ഷ ഉള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ ഞങ്ങൾ ലോക പോലീസ്, ലോകശക്തി എന്ന് വീമ്പളക്കുന്ന ട്രംപിന്റെ അതേ രാജ്യത്തിനകത്ത് ഇറാന്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത് ലോകത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ സൈബർ പ്രത്യാക്രമണം കേവലം ഒരു ലോസ് ആഞ്ചലസിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന ചില നീക്കങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ആയിട്ടാണ് അബാബിൽ ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന ഈ ഒരു ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇതേ ഹാക്കിംഗ് ഗ്രൂപ്പ് തന്നെയാണ് സൗത്ത് ഫ്ലോറിഡയിലെ ട്രൈ റെയിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് നേരെയും അമേരിക്കൻ വെഹിക്കിൾസ് ട്രാക്കിംഗ് കമ്പനിയായിട്ടുള്ള വിക്സ്, സൗദിയിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ടുള്ള യുണിമാക് എന്നിവയ്ക്ക് നേരെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയത്. ഇതിലൂടെ തങ്ങളുടെ ശത്രുക്കൾ എവിടെയൊക്കെ ഒളിച്ചിരുന്നാലും അവയെല്ലാം ഡിജിറ്റലായിട്ട് വേട്ടയാടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ ജനതയും അടിച്ചമർത്താൻ നോക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ തന്ത്രപരമായിട്ടുള്ള കേന്ദ്രങ്ങളെയും സാമ്പത്തിക വ്യവസ്ഥകളെയും തകർക്കാൻ ഇറാൻ സൈന്യത്തിന് മറ്റ് വൻ ശക്തികളുടെ സഹായം ആവശ്യമില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഈ ഒരു പുതിയ യുദ്ധതന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്ക മാത്രമല്ല, അവരുടെ സഖ്യകക്ഷിയായ ഇസ്രയേലുമാണ്. അതുകൊണ്ടാണ് ടെൽ അവീവിലെ ഗാബിറ്റിംഗ് സെക്യൂരിറ്റി പോലുള്ള കമ്പനികൾ ഇറാന്റെ സൈബർ നീക്കങ്ങളെ കുറിച്ച് വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഭീതി പരത്താൻ ശ്രമിക്കുന്നത്. ഇറാന്റെ ഡിജിറ്റൽ മിസൈലുകൾ നാളെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുമെന്ന ബോധ്യം ഇസ്രയേലിനുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് ഇപ്പോൾ ലോക ഭൂപടത്തിലെ പല തന്ത്രപ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അമേരിക്ക യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട് തങ്ങളുടെ സൈനിക വിഭവങ്ങളും വിഭജിച്ച് നിൽക്കുന്ന ഈ ഒരു സുപ്രധാന സമയത്ത് തന്നെയാണ് ഇറാൻ അമേരിക്കയുടെ ആഭ്യന്തര മണ്ണിൽ കയറി പ്രഹരിച്ചിരിക്കുന്നത് എന്നത് ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള വിജയമാണ്. ചുരുക്കത്തിൽ ഉപരോധങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും കൊണ്ട് ഇറാന്റെ ആത്മവീര്യത്തെ തളർത്താൻ കഴിയില്ലെന്ന് ഈ 700 GB ഡേറ്റ വേട്ടയിലൂടെ ലോകം ഒരിക്കൽ കൂടി മനസ്സിലാക്കുകയാണ്. ലോകമെമ്പാടും അധിനിവേശത്തിന്റെയും ചതിയുടെയും ചരിത്രം മാത്രമുള്ള അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണും അവകാശവും മാത്രമല്ല, ഈ സൈബർ ലോകവും ഒരു കീറാമുട്ടിയായിട്ട് തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും തൊട്ടു കളിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്കയിലും ലോസ് ആഞ്ചലസിലും തെരുവുകളിൽ പ്രതിഫലിക്കുമെന്ന് ഇറാൻ കാണിച്ചു തന്നിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സൈബർ യുദ്ധം ലോക രാഷ്ട്രീയ ഭൂപടത്തെ വൻ ശക്തികളുടെ അഹങ്കാരത്തെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ യുദ്ധം വീണ്ടും മുറുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലാണ്. കാരണം അമേരിക്കയുടെ ഈ ഒരു ഡേറ്റകൾ ചോർന്ന് ഇറാൻ അടുത്തത് എന്തായിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ള ചിന്തയിലാണ് ഈ പശ്ചിമേഷ്യ ഉള്ളത്. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ യുദ്ധവും അവർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നൽകുന്നത്. ഹോർമുസ് അടച്ചിടുന്നതാകട്ടെ, മിസൈൽ വർഷം നടത്തുന്നതാകട്ടെ, ഈ ഡേറ്റ ചോരുന്നതാവട്ടെ, എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ്. എന്തായാലും ഈ അമേരിക്കയുടെ സുരക്ഷിതത്വം ഇപ്പം യാതൊരു തരത്തിലും ഉറപ്പില്ല എന്നുള്ള രീതിയിൽ നിലനിൽക്കുകയാണ്. ട്രംപിന് അവിടെ സ്വന്തമായിട്ട് അനങ്ങാനോ ഇരിക്കാനോ നീങ്ങാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. അതേ കണക്ക് തന്നെ ട്രംപിന്റെ കുടുംബത്തെ മൊത്തത്തിൽ ഇറാൻ നിരീക്ഷിക്കുന്നു. അങ്ങനെയുള്ള പല വാർത്തകളും വരുന്നതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ ഡേറ്റ ചോർന്ന വാർത്തയും കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഡേറ്റകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ഇറാൻ തങ്ങൾക്ക് വേണ്ട ലക്ഷ്യം സാധിക്കാതെ പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിൽ എത്രത്തോളമായിരിക്കും ഇസ്രയേൽ ഇതിനെ നോക്കിക്കാണുക എന്നുള്ളതാണ്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ യുദ്ധം എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമുള്ള ഒരു ലക്ഷ്യം പോലെയായിരുന്നു. പക്ഷേ ഇത്തവണ ഡേറ്റയൊക്കെ ചോർന്നത് കൊണ്ട് തന്നെ ഇസ്രയേൽ ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഇസ്രയേലും ഒരു ഭീതി ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഇറാന്റെ കളി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇറാൻ ഇങ്ങനെയല്ല, ഇറാന്റെ എടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഇറാൻ ഒരിക്കലും തോൽക്കില്ല, കീഴടങ്ങില്ല എന്ന് നമ്മൾ പല വാർത്തകളിലും പറയുമ്പോൾ ഇറാൻ ഈ ചെയ്യുന്ന പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ബുദ്ധികൾ എത്രത്തോളമാണ് എന്നുള്ളത് ഓരോ വാർത്തകളിൽ നിന്ന് വ്യക്തമാകുമ്പോൾ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ്. അതായത് കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു സിസ്റ്റം പോലെയാണ് ഇറാന്റെ ചില പദ്ധതികൾ എന്ന് പറയുന്നത്. അമേരിക്ക മനസ്സിൽ കാണുന്നത് ഇറാൻ മാനത്ത് കാണും എന്ന് പറയുന്നത് പോലെയാണ്
എന്തൊക്കെയാണ് ഇറാന്റെ പദ്ധതികൾ, ഈ ട്രംപ് എവിടാണോ ഇരിക്കുന്നത്, ട്രംപിന്റെ മകന്റെ കല്യാണം എവിടാണോ, വൈറ്റ് ഹൗസിൽ എന്താണോ എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് അവർ അത് അറിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഉപഗ്രഹങ്ങൾ വഴിയും ഈ ദൃശ്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമാവുന്നുണ്ട്. ചൈനീസ് ഉപഗ്രഹം വഴി ചില ഡേറ്റകൾ കളക്ട് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് ഈ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ സൈനികപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അവരുടെ എയർബേസ് വേറെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ ഈ ചൈനയിൽ നിന്ന് ലഭിച്ച ഉപഗ്രഹം വഴി അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്ന ഹാക്കർമാരുടെ ഒരു വലിയൊരു മുന്നേറ്റം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇറാന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്.